നമ്മൾ ഒരു രോഗിയെ പരിശോധിച്ച് അത് ആസ്മയാണെന്ന് കണക്കാക്കി മനസ്സിലാക്കി PFT ചെയ്യുന്നു, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെ എക്സ്റേ എടുക്കുന്നു. അതിനുശേഷം ചികിത്സിക്കുന്ന സമയത്ത് നമുക്ക് പല ഓപ്ഷൻസും രോഗി കൊടുക്കാറുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ടാബ്ലറ്റ് കൊടുക്കായിരുന്നു, വല്ല ഡോക്ടർമാർ സ്റ്റിറോയിഡ് നേരത്തെ ഒക്കെ ഉപയോഗിക്കായിരുന്നു. ഇപ്പോൾ ഉപയോഗിക്കുന്നത് മൾട്ടി ഡോസ് ഇൻഹേലർ എന്ന MDI സ്പ്രേസ് ആണ് ഉപയോഗിക്കുന്നത്. പ്രോട്ടോക്യാപ്സ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത്, നെബുലൈസർ എന്ന് പറയുന്ന സാധനങ്ങൾ. ഇതിനൊക്കെ ഡോക്ടർ ഒരു വിശദമായി പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് അതൊരു ഉപകാരമായിരിക്കും. നമ്മളെ ഇപ്പോഴത്തെ ആസ്മ ചികിത്സയിൽ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇൻഹേലേഴ്സാണ്. അത് പലതരത്തിലുള്ള ഇൻഹേലേഴ്സ് ഉണ്ട്. ഇൻഹേലേഴ്സ് കൊടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഹേലർ എന്ന് പറയുന്നത് ഡോക്ടർ ഉദ്ദേശിക്കുന്ന സ്പ്രേ ആണ്. പലതരത്തിൽ സ്പ്രേ എയറസോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വാതക രൂപത്തിലുള്ള മരുന്നുകൾ അത് സ്പ്രേ ആയിട്ടുണ്ട്. പിന്നെ ക്യാപ്സുകൾ ഇട്ട് വലിക്കുന്നുണ്ട്, അതിന് റോട്ടോക്യാപ്സ് എന്നാണ്, റോട്ടോക്യാപ്സ് എന്ന് പറയും. പിന്നെ മെഷീൻ ഉപയോഗിച്ചുള്ളത് നെബുലൈസേഷൻ എന്ന് പറയും. അപ്പോൾ പലതരത്തിലായിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചില മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ മെയിൻലി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നമ്മൾ മെയിൻലി സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകളാണ് ആസ്മയുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുമ്പം അതാണ് പിന്നെ നാളികളുടെ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല മരുന്ന് കോർട്ടിക്കോസ്റ്റെറോയിഡ്. സ്റ്റിറോയിഡ്സിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തിലെ ആ തടസ്സം മാറ്റി ശ്വാസം വിടാനുള്ള കഴിവ് പൂർവ്വസ്ഥിതിയിലാക്കുക എന്നാണ് സ്റ്റിറോയിഡ്. പക്ഷേ അത് കുറച്ച് കാലത്തേക്കല്ലേ നമ്മൾ കൊടുക്കുന്നുള്ളൂ, കണ്ടിന്യൂസ്ലി ഒരിക്കലും ഒരു രോഗിക്ക് ആസ്മയിൽ ഉപയോഗിക്കുന്നില്ലല്ലോ. അല്ല, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ പിന്നെ സീരിയസ്നെസ് ആൻഡ് ടൈപ്പ് ഓഫ് ദ ആസ്മാറ്റിക് പേഷ്യൻറ്റ് അല്ലേ. ചില പേഷ്യൻറ്റ് കുറച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും, പിന്നെ നമ്മൾ കുറച്ച് കാലത്ത് ഒരു മെയിൻ്റനൻസ് ഡോസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ടാബ്ലറ്റായിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ സിറപ്പോ വേറെ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾക്കറിയാമല്ലോ, അത് നമ്മുടെ രക്തത്തിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ അതിന് കുറേ സൈഡ് ഇഫക്ട്സ് വേറെ ഉണ്ടാവും. ഇതാകുമ്പോൾ ഇൻഹേലേഴ്സായിട്ട് കൊടുക്കുമ്പം ഈ നമ്മൾ കൊടുക്കുന്ന എയറസോളായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മരുന്നിൻ്റെ അളവ് വളരെ കുറച്ച് മതി, നേരിട്ട് ശ്വാസകോശത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ലോക്കൽ ഇഫക്റ്റാണ് കൂടുതൽ വരിക, എമൗണ്ട് കുറച്ച് മതി. പിന്നെ തന്നെയല്ല അതിൻ്റെ സൈഡ് ഇഫക്ട്സ്. സ്പ്രേ എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. വളരെ കുറച്ച് മരുന്ന് സ്പ്രേയിലൂടെ ശ്വാസകോശത്തിൽ ഡയറക്ട്ലി എത്തിക്കുന്നു, സ്പ്രേ ആയിട്ട് കൊടുക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ നെബുലൈസർ ആയിട്ട് ഹോസ്പിറ്റലും കൊടുക്കുന്നത്, പിന്നെ റോട്ടോക്യാപ്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നെ സൈഡ് ഇഫക്ട്സ് വളരെ കുറവാണ്. പക്ഷേ എന്നാൽ വളരെ ഇഫക്റ്റീവ് ആണ്, കാരണം നേരിട്ട് പോയി ലോക്കലി ആക്ട് ചെയ്യുന്നുണ്ട്, നല്ല ഇമ്മീഡിയറ്റ് ആക്ഷനുമാണ്. പിന്നെ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓൾറെഡി ഈ 3 വെറൈറ്റി പറഞ്ഞല്ലോ, റോട്ടോക്യാപ്സ് പറഞ്ഞു, നെബുലൈസർ പറഞ്ഞു, പിന്നെ MDI മീറ്റർ ഡോസ് ഇൻഹേലർ പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ഏത് കൊടുക്കണം എന്നുള്ള രോഗിയുടെ അവസ്ഥ അനുസരിച്ച് തീരുമാനിക്കേണ്ടി വരും. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ പലർക്കും ഇപ്പോൾ ചിലർക്കൊക്കെ വളരെ ചുരുങ്ങിയൊരു ശതമാനത്തിനെങ്കിലും ചെറിയ സൈഡ് എഫക്ട്സ് എങ്കിലും ഉണ്ടാവും. അതായത് സാൽബ്യൂട്ടമോൾ പോലുള്ള സ്പ്രേ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെറിയൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ അത് ചെറുതായിട്ട് രോഗിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറയുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ അത് ഞാൻ പറഞ്ഞില്ല, കോർട്ടിസോൺ അടങ്ങിയ പ്രൈമറിലി നമ്മൾ കൊടുക്കുന്ന ഈ കോർട്ടിസോൺ അടങ്ങിയ മരുന്നുകളായിരിക്കും നമ്മൾ ഈ പിന്നെ ഇൻഹേലറായിട്ട് കൊടുക്കുന്നത്. അതിനകത്ത് വരുന്ന ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു തൊണ്ടയിൽ ചിലപ്പോൾ ചെറിയ പൂപ്പൽ പോലെ ഉണ്ടാവും, കാൻഡിഡിയാസിസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ സ്പ്രേ അടിച്ചതിന് ശേഷം വായ കഴുകണം, നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും, വായ കഴുകണം എന്നുള്ളത് പറയും. പിന്നുള്ളത് ചെറുതായിട്ട് ശബ്ദ ഒച്ചയടപ്പുണ്ടാകാം, പിന്നെ ചിലക്ക് ചുരുക്കമായിട്ട് ചുമയുണ്ടാകാം. വളരെ സൈഡ് എഫക്ട് കുറഞ്ഞൊരു മെത്തേഡാണ് ഈ. അതെ, മിനിമൽ സൈഡ് എഫക്ട്. വളരെ നേരിയ തോതിലുള്ള പേഷ്യൻസിനെ ഇതൊക്കെ കാണാറുള്ളൂ, ഈ പൂപ്പലും ഒക്കെ കാണാറുണ്ട്. അത് നമ്മൾ നന്നായിട്ട് വായ കഴുകുകയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് കുറയ്ക്കാം. പിന്നെ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ആസ്മ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുമോ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടായതിനു ശേഷം മക്കൾക്ക് ഉണ്ടാവുമോ? ഫാമിലിയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അച്ഛന് ഉണ്ടായതിനു ശേഷം മകൾക്ക് ഉണ്ടാവാം എന്നുള്ളത് പലർക്കും അറിയാം. പക്ഷെ ഒരു കൂടെ താമസിക്കുന്ന ഒരാൾക്ക് ആസ്മ പകരാനുള്ള ചാൻസ് ഉണ്ട്. ആസ്മ അങ്ങനെ പകരില്ല, ഏതായാലും നമുക്ക് ഒരു പകരുന്ന ഒരു രോഗമല്ലല്ലോ ആസ്മ. പക്ഷേ നമുക്ക് പാരമ്പര്യമായിട്ട് ആസ്മ ഉണ്ടാകാം. നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മീറ്റർ ഡോസ് ഇൻഹേലർ, അതായത് സ്പ്രേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ഉദാഹരണത്തിന് ഒരു ട്രാവൽ പോവുകയാണ്, അപ്പോൾ അയാളുടെ കയ്യിൽ മീറ്റർ ഡോസ് ഇൻഹേലർ ഉണ്ട്. അയാൾക്ക് ഒരു ഹോസ്പിറ്റൽ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ശ്വാസമുട്ടൽ വന്നു. അപ്പോൾ അവിടെ അത് റെസ്ക്യൂ ഡ്രഗ്, അതായത് അയാളെ രക്ഷിക്കാൻ ആ മീറ്റർ ഡോസ് ഇൻഹേലറിന് സാധിക്കുമോ? നമുക്കൊരു ഒരു ഒരു പരിധിവരെയുള്ള പിന്നെ ഒരു ആസ്മ കൂടിയതാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് മീറ്റർ ഡോസ് ഇൻഹേലർ അത് തൽക്കാലം അടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ചിലപ്പോൾ കുറയേണ്ടതുള്ളൂ. പക്ഷേ ഒരു പരിധി വിട്ട് കഴിഞ്ഞ് കൂടി കഴിഞ്ഞാൽ എന്തായാലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. കാരണം നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മീറ്റർ ഡോസ് ഇൻഹേലർ പരിധി കഴിഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ശരിയായിരിക്കില്ല. കാരണം അതിനും നമ്മൾ പരിധി കഴിഞ്ഞാൽ അതിന് പലപ്പോഴും സൈഡ് ഇഫക്റ്റ്, എസ്പെഷ്യലി നമ്മൾ സാൽബുട്ടമോൾ പോലെയുള്ള നമ്മൾ എപ്പോഴും പിന്നെ നമ്മുടെ നെഞ്ചിരിപ്പ് കൂട്ടുകയും ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ പരിധി കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. ഒരു പരിധിയാൽ നമുക്ക് 1 ഡോസ് കൂടെ എക്സ്ട്രാ ഉപയോഗിച്ച് നോക്കാം. ഇങ്ങനെ അധികമായിട്ട് ഉണ്ടാകുകയാണ് ബൈ ദ ടൈം, അപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെയുള്ള സിവിയർ ആസ്മയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചിലപ്പോൾ അവർക്ക് ഒരു പെട്ടെന്ന് ഒരു ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാം, തൽക്കാലത്തേക്ക് എന്തായാലും ഉപയോഗിക്കാം. പുതിയ വല്ല ചികിത്സാ രീതികളും ആസ്മയ്ക്ക് അമൃത ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ടോ?
നമ്മൾ പുതിയതെന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണ ഉണ്ടായിരുന്ന മരുന്നുകൾ ഞാൻ ഈ പറഞ്ഞല്ലോ ഈ മരുന്നുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ പുതിയ ചില ഇഞ്ചക്ഷൻസ് ഉണ്ട്, ബയോളജിക്കൽ, നമ്മുടെ മെയിൻലി ഒരു ഇമ്മ്യൂണോളജിക്കൽ ഒരു റിയാക്ഷൻ ആണല്ലോ ബോഡിയിൽ വരുന്നത്. അപ്പോൾ ഇമ്മ്യൂണോളജിക്കൽ അതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, ആ റിയാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പുതിയ മരുന്നുകളുണ്ട്. ചിലത് ചികിത്സാ രീതികളും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ട് അടുത്ത് നമ്മളിപ്പോൾ ഒരു ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന പുതിയ ചികിത്സാ രീതി വരുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ ആസ്മയിൽ നമ്മൾ സാറിന് ശ്വാസനാളി ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ശ്വാസനാളിയിലും മസിൽ പിന്നെ ഇതിൻ്റെ കട്ടി കൂടിയിട്ട് നമ്മൾ ചുരുങ്ങുക ചെയ്യുന്നത്. അപ്പം നമ്മളത് വികസിക്കാനുള്ള ചാൻസ് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു മെഷീൻ കൊണ്ട് നമ്മൾ അതിലെ ഈ മസിലിൻ്റെ തിക്നെസ് കുറയ്ക്കുക, ചെറിയൊരു ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ പോലെ കൊടുത്തിട്ട് ആ തിക്നെസ് കുറച്ചിട്ട് നമ്മൾ ശ്വാസനാളി വികസിപ്പിച്ചെടുക്കുന്ന ഒരു ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന് പറയുന്ന ആ ഒരു ചികിത്സാ രീതി നമ്മൾ പുതുതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആസ്മയെ പറ്റി ഇത്രയും മനോഹരമായി സംസാരിച്ചതിന് ഡോക്ടർക്ക് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു.